നോക്കൂ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിരീക്ഷണത്തോടെ പ്രതിപക്ഷ ആരോപണത്തിന്റെ മൂർച്ച കുറയുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ സമ്മർദ്ദമെന്ന് ആവർത്തിച്ചിരുന്ന പ്രതിപക്ഷത്തിന് ഇനി ആ വാദം പഴയ ശക്തിയോടെ ഉന്നയിക്കാനാകില്ല. കാരണം SITയിൽ പൂർണ്ണ വിശ്വാസമെന്നും അന്വേഷണം വളരെ ശരിയായ ദിശയിൽ പോകുന്നു എന്നുമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇത് സർക്കാരിന് ആയുധമായിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള വിഷയം ഉയർത്തി തുടർച്ചയായി നിയമസഭ ബഹിഷ്കരിച്ചിരുന്ന പ്രതിപക്ഷം ഇന്നും അതേ രീതി തുടരുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നറിയേണ്ടത്. ആഷിഖ് റഹ്മാൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആഷിഖെ, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ SIT സംബന്ധിച്ചും നിർണായകമായ ദിവസമായിരുന്നു. റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ റിപ്പോർട്ടിൽ പൂർണ്ണ തൃപ്തിയാണ് ദേവസ്വം ബെഞ്ച് പ്രകടിപ്പിച്ചത്. മാത്രമല്ല, ഈ പ്രതികളൊക്കെ സ്വാഭാവിക ജാമ്യം കിട്ടി 90 ദിവസം കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കാത്ത ഘട്ടത്തിൽ പ്രതികളൊക്കെ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങും. ഇത് ജനങ്ങളിലടക്കം ഒരു മോശം ധാരണയുണ്ടാക്കും എന്നൊക്കെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഒക്കെ ആരോപണം. അങ്ങനെ ഒരു സംശയവും ഇല്ലെന്ന് ഇന്നലെ കോടതി പറയുകയാണ്. എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടും. പ്രതികൾ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്നത് ഒരു തരത്തിലും ഈ കേസിനെ ബാധിക്കില്ല. മറ്റ് കുത്തുകേസ് പോലെ പെട്ടെന്ന് എടുപിടിയെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു കേസല്ല ഇത്. ഇതിന് കുറച്ച് സമയം ആവശ്യമാണ്. ശാസ്ത്രീയ പരിശോധനകൾ അടക്കം നടത്തേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് SITക്ക് പരിപൂർണ പിന്തുണ നൽകുകയായിരുന്നു ഇന്നലെ കോടതി. ഈ പിന്തുണ, SITക്ക് കോടതി നൽകിയ പിന്തുണ സർക്കാരിനും ലഭിച്ചിരിക്കുന്ന ഒരു ഊർജ്ജമാണ്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT അന്വേഷണത്തിൽ മേൽ സർക്കാരിൽ നിന്നൊരു സമ്മർദ്ദമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പ്രതിപക്ഷത്തിന്റെ ആരോപണം. അപ്പോൾ SITയുടെ അന്വേഷണത്തെ ഹൈക്കോടതി തന്നെ കൂട്ടിച്ചേർത്ത് നിർത്തുമ്പോൾ, ചേർത്ത് പിടിക്കുമ്പോൾ ഇനി എന്താകും പ്രതിപക്ഷത്തിന്റെ നിലപാടെന്നാണ് അറിയേണ്ടത്. കാരണം നമുക്കറിയുന്ന പോലെ സഭ തുടങ്ങിയതിന്റെ അന്ന് മുതൽ ഇന്നലെ വരെ സഭയിൽ നടന്ന ഈ കോലാഹലങ്ങൾക്കൊക്കെയും കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. കോടതി പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെയായിരിക്കും പ്രതിപക്ഷ നീക്കം ഈ വിഷയത്തിൽ? ആഷിഖ്, നമുക്ക് എങ്ങനെ വിലയിരുത്താം? സേതു, ഗുഡ് മോർണിംഗ്. കോടതി പരാമർശമുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷം ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. പ്രതിപക്ഷത്തിന്റെ 2 MLA മാർ നിയമസഭയ്ക്ക് മുമ്പിൽ നടന്ന സത്യാഗ്രഹ സമരം തുടരുകയാണ്. ഇന്നലെ അടക്കം വലിയ പ്രതിഷേധം തുടർന്നിരുന്നു. ഇന്നും അത് തന്നെ തുടരാൻ തന്നെയാണ് തീരുമാനം. ഇന്നലെ ഈ വിധിക്ക് പിന്നാലെ രമേശ് ചെന്നിത്തല വിഷയത്തിൽ പ്രതികരിച്ചത് തങ്ങൾ ഉന്നയിക്കുന്നത് ജനങ്ങളുടെ ആശങ്കയാണെന്നാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. അതിനാൽ തന്നെ അവർ ഒരുപക്ഷെ ഒരിക്കലും ഈ ഒരു വിഷയത്തിന് പിന്നോട്ട് പോയില്ല. കാരണം അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ വിഷയത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണം തന്നെയാണ്. SITയുടെ അന്വേഷണത്തിൽ മുഖ്യമന്ത്രി ഇടപെടുന്ന അടക്കമുള്ള പല വിഷയങ്ങളും നേരത്തെ ഉന്നയിച്ചിരുന്നുണ്ട്. അത് കോടതി തള്ളുമ്പോൾ പോലും ഈ വിഷയത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ UDF തയ്യാറാകില്ല. കാരണം സ്വർണ്ണക്കൊള്ള അവരുടെ പ്രധാനപ്പെട്ട ഒരു ആയുധമായി ഈ ഒരു സഭാ കാലയളവിൽ മുന്നോട്ട് വെച്ചൊരു വിഷയമാണ്. അതിനാൽ തന്നെ അതിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകില്ല. പക്ഷേ ഇത് ഭരണപക്ഷം ഇന്ന് വലിയ രീതിയിൽ ആയുധമാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് SITക്ക് മേൽ സമ്മർദ്ദം ചുമത്തുന്നതെന്നും ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം അടക്കം ലഭിക്കാനുള്ള കാരണം ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതാണ്. അത് വലിയ രീതിയിൽ അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക വലിയ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതാണ് ഇന്നലെ ഹൈക്കോടതി ആ ഒരു നിരീക്ഷണത്തിലൂടെ ഇല്ലാതാക്കിയത്. കാരണം ഇത്തരത്തിൽ അതിസങ്കീർണമായ ഒരു കേസ് ഇത്തരത്തിൽ പെട്ടെന്ന് അന്വേഷിച്ച് പൂർത്തിയാക്കാൻ കഴിയില്ല. 90 ദിവസം കഴിഞ്ഞ പ്രതികൾ സ്വാഭാവിക ജാമ്യം നേടുന്നെല്ലാം സ്വാഭാവിക നടപടിക്രമമാണ്, അതിൽ ആശങ്ക വേണ്ട എന്നടക്കം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ പ്രതിപക്ഷം തിരിച്ചടിയാകുന്ന സമയത്ത് പോലും ഈ വിഷയത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ പ്രതിപക്ഷം തയ്യാറാവില്ല. അവർ സത്യാഗ്രഹ സമരം തുടരും. ഇന്നും സമാനമായി ഇന്നലെ നടന്ന രീതിയിൽ തന്നെ സ്പീക്കർ ഡയസിന് മുന്നിൽ കയറിയുള്ള പ്രതിഷേധത്തിനെല്ലാം സാധ്യതയുണ്ട്. പക്ഷേ ഭരണപക്ഷത്തിന് എന്തായാലും പ്രതിപക്ഷത്തെ അടിക്കാൻ കിട്ടിയ വലിയൊരു അവസരമാണ്. അത് അവർ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യും. കാരണം ഇത്രയും കാലം അവർ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITയുടെ മേൽ ഇത്തരത്തിൽ സമ്മർദ്ദം ചുമത്തുന്നു, അതുപോലെ തന്നെ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നത് അന്വേഷണത്തെ ബാധിക്കും. ഈ 2 കാര്യവും ഹൈക്കോടതി തള്ളിയതിനാൽ തന്നെ ഇന്ന് പ്രതിപക്ഷത്തിന് ആ വിഷയം എന്തായാലും സഭയിൽ ഉന്നയിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ദേവസ്വം മന്ത്രിയുടെ രാജിയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ ഊന്നിക്കൊണ്ട് തന്നെ ഇന്നും സഭയിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഓക്കെ ആഷിഖ്, ശരി. ആഷിഖാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകി.